ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തായ്ലൻഡ് വിസിറ്റ് ചെയ്തതിനെ പറ്റി പറയാമെന്ന് വിചാരിക്കുകയാണ്. പറയാതിരിക്കാൻ വയ്യ. ശരിക്കും നല്ല ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഈ തായ്ലാൻഡ് ടൂർ. 4 നൈറ്റ്സ് ആൻഡ് 5 ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഫുള്ളി പാക്ഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു. ഞങ്ങൾ തായ്ലാൻഡിൽ പോയത് ഗ്ലോബൽ ഹോളിഡേയ്സ് മൂലമാണ്. ഗ്ലോബൽ ഹോളിഡേയ്സിൻ്റെ ഓൾ ഇൻക്ലൂസീവ് ടൂർ പാക്കേജ് ആയിരുന്നു. കൊച്ചിയിൽ നിന്നും തായ്ലൻഡിന് പോകാനുള്ള ഫ്ലൈറ്റ് ചാർജസ്, 3 മീൽസ്, അവിടുത്തെ 4 സ്റ്റാർ ഹോട്ടലിലെ താമസം, ലക്ഷറി കോച്ച് ബസ്സിലുള്ള യാത്രയും എല്ലാം കഴിഞ്ഞ് സസുഖം കൊച്ചിയിൽ കൊണ്ടുവിട്ടെന്നേ. കൊച്ചിയിൽ നിന്നും കയറിയത് മുതൽ തിരിച്ച് കൊച്ചിയിൽ എത്തുന്നത് വരെ വളരെ സുന്ദരമായ ദിനങ്ങളും ആക്ടിവിറ്റീസും ആണ് ഗ്ലോബൽ ഹോളിഡേയ്സ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ കഴിയുമെങ്കിൽ തായ്ലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വാഗമണ്ണും കാശ്മീരും ഒക്കെ അതിൻ്റെ പ്രകൃതി ഭംഗി കൊണ്ട് പ്രശസ്തമായപ്പോൾ തായ്ലൻഡ് അവരുടെ പ്രയത്നഫലം കൊണ്ട് അതിഗംഭീരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ തായ്ലൻഡിൽ കണ്ട കാര്യങ്ങളുടെയൊക്കെ രത്ന ചുരുക്കം വിശദമായിട്ടൊക്കെ പറയാൻ പോയാൽ ഇന്നൊന്നും തീരത്തില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ തായ്ലൻഡ് DMK എയർപോർട്ടിൽ ചെന്നപ്പോൾ ഗ്ലോബൽ ഹോളിഡേയ്സിൻ്റെ ഗൈഡ് ഞങ്ങളെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ പുതിയ ഒരു ലക്ഷറി കോച്ചിൽ ഞങ്ങളെ സെയിൻ എക്സ്പ്രസ് ഹോട്ടലിൽ കൊണ്ടുചെന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒന്ന് ഫ്രഷപ്പ് ചെയ്യുകയും ചെയ്തിട്ട് ഉടൻ തന്നെ പട്ടായ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പോയ വഴി ആദ്യം കണ്ടത് ടൈഗർ ടോപ്പിയ ആണ്. എൻ്റെ പൊന്നി, ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇങ്ങോട്ട് കയറി വരാനുള്ള എൻട്രൻസ് എല്ലാം അതിമനോഹരമായിരുന്നു. ദൈവമേ, ഞങ്ങളങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനെ ജീവനുള്ള ഒരു ടൈഗറും ഒരു സിംഹവും ഒക്കെ കിടക്കുവാണേ. ഇതിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അനങ്ങാതെ കിടക്കുന്ന കണ്ടു. അതിൻ്റെ അടുത്തൂടെ ഇന്ന് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പേടി തോന്നി കേട്ടോ. പക്ഷേ ഇത് ഇത്രയ്ക്കും ക്വയറ്റായിട്ട് കിടക്കുമെന്ന് ഓർക്കാനേ പറ്റുന്നില്ല. ഇവിടെ ജീവനുള്ള ടൈഗറിനും സിംഹത്തിനും ഒക്കെ ഒപ്പം നമ്മൾക്ക് ഫോട്ടോ എടുക്കാമെന്നേ. ടൈഗറൊക്കെ ഇത്രയ്ക്കും ഇണങ്ങുന്ന ഒരു ജീവിയാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. പേടിച്ച് ഞാനും ടൈഗറിനെ ഒന്ന് തൊട്ടു. ശരിക്കും അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു അത്. ടൈഗറിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് തന്നെ അതിമനോഹരമായ ഒരു ഗാർഡനിലേക്കായിരുന്നു. എന്തോ ഒരു ഭംഗിയാണെന്നൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അവരെങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുറേ നേരം അതിലെല്ലാം നടന്നു. ഇവർ ഇതൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്ന് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അതുവഴിയെല്ലാം നടക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സമയം കിട്ടിയിരുന്നു കേട്ടോ. എൻ്റെ അമ്മോ, അത് കഴിഞ്ഞ് മുതലകളുടെ ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു. അതിനകത്ത് നിറയെ മുതലകളും. ശരിക്കും കണ്ടിട്ട് പേടിച്ചു പോയെന്നുള്ളതാണ്. എന്തോരം എണ്ണാണെന്നറിയാമോ. അതോ ജൈജാൻറ്റിക് ആയിട്ടുള്ള മുതലകൾ തന്നെ. ഒരുപാട് കുഞ്ഞുങ്ങളെ ഞങ്ങളവിടെ കണ്ടു. എൻ്റെ പൊന്നേ, ഈ മുതല വായെന്ന് പൊളിച്ചത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞെന്നാൽ പേടിച്ചു പോയി കേട്ടോ. ഒരു മനുഷ്യനെയൊക്കെ ശരിക്കും വിഴുങ്ങാൻ പ്രാപ്തിയുള്ള മുതലകളാണ്. അവർക്ക് നല്ല ഒന്നാന്തരം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. പിന്നെ ഇത് കണ്ടോ, ഒരുതരം ചെറു ആടുകൾ. ഇത് ആട്ടിൻകുട്ടികളൊന്നും അല്ല കേട്ടോ, ഇത് പ്രായപൂർത്തിയായ ആടുകളാണ്. ഇത് മിനിയേച്ചർ ആടുകളാണ്. ഇവറ്റകളെ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി. ഒരു ലേക്കിനകത്താണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാർക്കറ്റിൽ ഞങ്ങളെ കൊണ്ടുപോയത് ഒരു കൊതുമ്പ് വള്ളത്തിലാണ്. 6 പേരല്ലെങ്കിൽ 8 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു വള്ളത്തിലാണ് കൊണ്ടുപോയത്. അതോ വള്ളത്തിലിരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് നിലത്ത് പടഞ്ഞിരിക്കുന്ന പോലെ വേണം ഇരിക്കാനും. എൻ്റെ പൊന്നെ, ഈ മാർക്കറ്റിൽ ലോകത്തിലെ എല്ലാ സാധനങ്ങളും കിട്ടും. തായ് ഫുഡിൻ്റെ സ്റ്റോളുകളുടെ നിര തന്നെയായിരുന്നു. എനിക്ക് തോന്നി ഇവിടെ വരുന്നവരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് വരുന്നവരാണെന്നാണ് എനിക്ക് തോന്നിയത്. നോക്കിക്കേ, ചാണകത്തിൽ കാണുന്ന പുഴുവും വിട്ടിലും പച്ചവിട്ടിലും ഒക്കെ മസാലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. തേളിനെ ഈർക്കിലിയിൽ കോർത്ത് വറുത്ത് വെച്ചിരിക്കുന്നത്. ഇവർ പറഞ്ഞത് ഇവയെല്ലാം പ്രത്യേകമായി ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്നതെന്നാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യ കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫേമസ് ഡിസേർട്ടാണ് സ്റ്റിക്കി റൈസ് ആൻഡ് മാംഗോ. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചു. അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ എന്നാ ക്യൂ ആയിരുന്നെന്നറിയാമോ. ഒരാൾ വന്ന് 15 പാക്കറ്റാണ് വാങ്ങിച്ചോണ്ട് പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് വാങ്ങാൻ. ഞങ്ങളത് വാങ്ങിക്കഴിച്ചു. അപാര രുചി തന്നെയായിരുന്നു കേട്ടോ. ഇവിടുത്തെ മാമ്പഴത്തിന് പ്രത്യേക ഒരു രുചി തന്നെയാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം മാമ്പഴം വാങ്ങിക്കഴിച്ചു. കൂടാതെ പനന്നൊങ്ങും ഞങ്ങൾ വാങ്ങിക്കഴിച്ചു. നല്ല രുചിയായിരുന്നു. ഈ മാർക്കറ്റിൽ കൂടിയുള്ള യാത്ര ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അൽക്കസാർ ഷോയ്ക്ക് പോയി. എൻ്റെ പൊന്നേ, അത്യുഗ്രനായ ഒരു ഷോയായിരുന്നു അത്.
അവരുടെ ഡ്രസ്സുകളും മേക്കപ്പും ഒക്കെ കിടിലം തന്നെയായിരുന്നു. വടിവത്ത ശരീരമുള്ള സുന്ദരിമാരുടെ നൃത്തം അങ്ങനെ നോക്കിയിരുന്നു പോയി. ഷോ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴാണ് ആ സുന്ദരിമാർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നുവെന്ന് അറിഞ്ഞത്. കണ്ടാ പറയല് കേട്ടോ. എനിവേ അവരുടെ കഴിവ് അപാരം തന്നെ. പിന്നെ 4 സ്റ്റാർ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഒരു ലിവിങ് റൂമും ബെഡ്റൂമും ഒക്കെയായി ശരിക്കും ഒരു റോയൽ താമസം തന്നെ. ഇതുപോലെയുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത ഗ്ലോബൽ ഹോളിഡേയ്സിനെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് കോറൽ ഐലൻഡിലാണ്. പട്ടായ സിറ്റിയിൽ നിന്നും സ്പീഡ് ബോട്ടിൽ വേണം കോറൽ ഐലൻഡിലെത്താൻ. ഈ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ട് കുറേ നേരം നടക്കണമായിരുന്നു. ദേ നോക്കിക്കേ, വളരെ മനോഹരമായ ഗാ ആകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജ്. ഇതിൽ കൂടി നടന്നു വേണം സ്പീഡ് ബോട്ടിൻ്റെ അടുത്തെത്താൻ. ബോട്ടിൽ കയറാനായിട്ട് ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരിയൊക്കെ മൂവ് ചെയ്യും, പക്ഷേ എന്നാലും നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. എൻ്റെ പൊന്നെ, പിന്നെ ബോട്ട് ഒരു വിടിയിലായിരുന്നു. വലിയ തിരമാലകളെ കീറി മുറിച്ച് പോയപ്പോൾ വണ്ടി വലിയ ഗട്ടറിൽ വീണതുപോലെയാണ് തോന്നിയത്. പേടിച്ച് എല്ലാവരും കാറി കേട്ടോ. എന്നിട്ട് ഈ കോറൽ ഐലൻഡിൽ വന്ന് ഇറങ്ങുന്നതോ കടലിലാണ് ബോട്ട് നിർത്തിയിട്ടുള്ളത്. മുട്ടിന് മുകളിലേ വെള്ളമുള്ളൂ. ആ വെള്ളത്തിൽ ചാടി ഇറങ്ങണമായിരുന്നു. പക്ഷേ വലിയ തിരയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ അരയോളം വെള്ളം വരും. എനിവേ വെള്ളത്തിൽ ചാടാനായിട്ട് വന്നിരുന്നതിനാൽ തുണി നനഞ്ഞ ഒന്നും പ്രശ്നമായിരുന്നില്ല. അങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ അവിടെ കണ്ട ബീച്ച് കുടകളും ചേറുകളും കണ്ട് അന്താളിച്ചു പോയി. ദേ ഒന്ന് നോക്കിക്കേ, എന്തോരം കുടകളും എന്തോരം ചെയറുകളുമാണെന്ന്. എൻ്റെ പൊന്നെ, ഇത്രയും ചെയറുണ്ടായിട്ടും ഇതൊന്നും തികയത്തില്ല. കാരണം അത്രയ്ക്കും ജനസാന്ദ്രം തന്നെ ഈ ബീച്ചിൽ. എനിവേ ഞങ്ങൾ കുറേ നേരം കടലിൽ ചാടി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറേ പേരും ചേർന്ന് ഞങ്ങൾ ശരിക്കും ആ വെള്ളത്തിൽ കളിച്ചു എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും എവർലാസ്റ്റിംഗ് മെമ്മറിയുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു കയറിയത്. അവിടെ നമ്മൾക്ക് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമായിരുന്നു. പാരാസെയിലിങ്ങും കടലിനകത്തുകൂടിയുള്ള നടക്കാനുള്ള സംവിധാനം, അതുപോലെ ബനാന ബോട്ടിൽ പോകാം, വാട്ടർ സ്കീയിങ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതിനെല്ലാം എക്സ്ട്രാ പേ ചെയ്യണം. ഞാൻ പാരാസെയിലിംഗ് മാത്രമേ ചെയ്തുള്ളൂ. അതിന് 2100 രൂപയാണ് ചാർജ്. പക്ഷേ അതിൻ്റെ ത്രില്ലൊന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. ഏതാണേലും എനിക്കൊന്ന് പാരാസെയിലിംഗ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. പിന്നെ പോയത് ബിഗ് ബുദ്ധ ടെമ്പിളിലാണ്. ഈ ബുദ്ധ വിഗ്രഹം 18 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 18 മീറ്റർ പൊക്കവും 5500 കിലോഗ്രാം തൂക്കവുമുണ്ട്. വാവ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ശില്പമായിരുന്നത്. ഈ ടെമ്പിളിലേക്ക് കയറി പോകാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ജെം സ്റ്റോണിൻ്റെ സ്റ്റോറിലും കൊണ്ടുപോയി. ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ആർട്ട് ഗ്യാലറിയിലാണ്. അവിടെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ പെയിൻറ്റിങ്സിലോട്ട് നമ്മൾ നോക്കിയെന്നാൽ നമുക്കൊരു ഇല്യൂഷൻ ഉളവാക്കും. വലിയ കിടങ്ങിന് മുകളിൽ കൂടെ നടക്കുന്നത് പോലെയും മറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇല്യൂഷനായിട്ടുള്ള ഒരു ആർട്ട് ഗാലറി കാണുന്നത്. ഇത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നോങ് നൂച്ച് വില്ലേജിലാണ്. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ അമ്മോ എന്നറിയാതെ വിളിച്ചു പോകും. കാക്ടസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ടുപോയി. എന്നാ ഭംഗിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. പിന്നെ എൻ്റെ പൊന്നെ, ആനകളുടെ ഒരു ഷോ ആയിരുന്നു. ആനകൾ ഫുട്ബോൾ കളിക്കുന്നതും പെയിൻറ്റ് ചെയ്യുന്നതും മസാജ് ചെയ്യുന്നതും അതുപോലെ ടിപ്പ് ചോദിച്ച് വാങ്ങിക്കുന്നതും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തായ്ലൻഡിലെ ഒരു കൾച്ചറൽ ഷോ ഉണ്ടായിരുന്നു. തായ്ലൻഡ് 4 ദിശകളിൽ നിന്നുമുള്ള ആൾക്കാർ അവരുടെ കൾച്ചർ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ വേറെ കുറേ ഷോകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷോകളെല്ലാം അതീവ ഗംഭീരമായിരുന്നു. ഈ ഷോകളെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ ഞങ്ങൾ ഡിനോസറസ് പാർക്കിൽ പോയി. എൻ്റെ പൊന്നെ, നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ഡിനോസറുകളും അവിടെ ഉണ്ടായിരുന്നു.
എൻ്റെ ഗ്രാൻഡ് കിഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവകളുടെ എല്ലാം പേരുകൾ പറഞ്ഞേന്. എനിക്ക് ആകെ ഒരെണ്ണത്തിനെ മാത്രം അറിയാം, ടീറക്സ്. ഈ ഡിനോസറുകളെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഇതിനകത്തുകൂടി എല്ലാം നടക്കാൻ നല്ല രസമായിരുന്നു. കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ ഞങ്ങൾ പോയത് മാർബിൾ ബുദ്ധ ടെമ്പിളിലാണ്. ശ്രീബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ വച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഈ ടെമ്പിളിൻ്റെ ഷേപ്പും കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്കിലാണ്. ആദ്യം മറൈൻ പാർക്കിലാണ് പോയത്. ശരിക്കും ഒരു ഫോറസ്റ്റിൽ കൂടി നടക്കുന്ന പ്രതീതിയായിരുന്നു. ഇവിടെ ധാരാളം മൃഗങ്ങളെയൊക്കെ കണ്ടു. കങ്കാരു, മാൻ, മയിൽ, ആന, ഫ്ലെമിംഗോസ്, മക്കാവു എന്ന് വേണ്ട വിവിധതരം പക്ഷികളെയും കണ്ടു. കൂടാതെ 4 ഷോകളും ഉണ്ടായിരുന്നു. ഡോൾഫിൻ ഷോ, സീ ലയൺ ഷോ എന്ന് വേണ്ട എന്തുമാത്രം 4 ഷോകളുണ്ടായിരുന്നു. ഇവയെല്ലാം വളരെ രസമായിരുന്നു. ഇതിനെയെല്ലാം വിവരിക്കാൻ പോയെന്നാൽ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ മാത്രമേ അത് രസിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സഫാരി പാർക്കിലൂടെ ഞങ്ങളുടെ ബസ് കൊണ്ടുപോയി. അവിടെ സിംഹവും കടുവായും കാട്ടുപോത്തും മാനും സീബ്രായും ജിറാഫും എന്ന് വേണ്ട ഒരുപാട് മൃഗങ്ങൾ അനായാസം വിഹരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികളും ഉണ്ട്. ഇവയൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. ഇതുങ്ങളൊന്നും ഇവിടുന്ന് പറന്നു പോകുന്നില്ലല്ലോ എന്നായിരുന്നു എൻ്റെ അതിശയം. എൻ്റെ പൊന്നെ, അതുപോലെ തായ്ലൻഡിലെ ഷോപ്പിംഗ് മാൾ കണ്ട് ഞെട്ടിപ്പോയി. ഇത് കണ്ടപ്പോൾ അമേരിക്കയിലെ മോൾ ഓഫ് അമേരിക്കയൊക്കെ ഒന്നുമല്ലെന്ന് തോന്നിപ്പോയി. അയ്യോ ഇതല്ല, ഇത് കൂടാതെ ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം ഒരു ക്രൂസ് ഡിന്നറും ഉണ്ടായിരുന്നു. 2 മണിക്കൂർ നേരം ഇവിടുത്തെ ഒരു നദിയിൽ കൂടെ ഷിപ്പ് അങ്ങനെ പോയി. അപ്പോൾ രാത്രിയിൽ ഷിപ്പിൽ പോയപ്പോൾ തായ്ലൻഡിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത ഒരു ടൂറായിരുന്നു ഇത്. അതുപോലെ നമ്മൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഷോകളെല്ലാം കണ്ടതെല്ലാം എൻട്രി ഫീസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുപോലെ നമുക്ക് അടിപൊളി താമസവും. അതുകൊണ്ട് നിങ്ങൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാശ്മീരിന് പോയതിലും ചീപ്പായിട്ടാണ് ഞങ്ങൾ തായ്ലൻഡിന് പോയത്. അപ്പോൾ തായ്ലൻഡിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇതൊന്നും അല്ല കേട്ടോ, ശരിക്കും എൻജോയ് ചെയ്യാൻ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇത് കണ്ടതിൻ്റെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും ഇവിടെ പോയി കണ്ടാലാണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പൈസ കൊടുക്കുന്നതിന് വെർത്തായിട്ടുള്ളൊരു ടൂർ തന്നെയാണ് ഈ തായ്ലൻഡ് ടൂർ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും തായ്ലൻഡ് കാഴ്ചകളുടെ ഒന്നും ആയില്ല. അതുകൊണ്ട് തായ്ലൻഡിൽ എന്നെ അട്രാക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കൂ.